ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സീരീസിലെ ഗോഹാൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഗോക്കു, വെജിറ്റ, പിക്കലോ തുടങ്ങിയ ക്യാരക്ടേഴ്സുകളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഗോഹാനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഗോഹാൻ എന്ന കഥാപാത്രം ആരാണെന്നും ഡ്രാഗൺ ബോൾ സീരീസിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ടെന്നും ഗോഹാന്റെ പവേഴ്സ് അതുപോലെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമായും ഡ്രാഗൺ ബോൾ സൂപ്പറിലെത്തിയ സമയത്ത് ഗോഹാൻ എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഡ്രാഗൺ ബോൾ സിയുടെ തുടക്കത്തിലാണ് നമുക്ക് ഗോഹാൻ എന്ന ക്യാരക്ടറിനെ ആദ്യമായി കാണിച്ചു തരുന്നത്. ആദ്യമായി നമ്മൾ ഗോഹാനെ കാണുന്ന സമയത്ത് നമ്മുടെ കുട്ടി ഗോക്കു എങ്ങനെയാണോ അതുപോലെയാണ് ഗോഹാൻ എന്ന് കരുതിയിരുന്നത്. എന്നാൽ നമ്മുടെ കുട്ടി ഗോഹാൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക്കിലുള്ള ഗോക്കുവിനെ പോലെയല്ല. സ്വഭാവത്തിലും മറ്റും ഒരുപാടധികം വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ഗോഹാൻ എന്ന് പറയുന്നത് ഗോക്കുവും ചീച്ചിയുടെയും മകനാണ്. ഗോക്കു ഒരു സെയ്യനാണ്, ചീച്ചി ഒരു ഹ്യൂമൺ ആണ്. അതുകൊണ്ട് ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടി എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് സെയ്യൻ എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു കുട്ടിയായിട്ടാണ് ഗോഹാൻ ജനിച്ചത്. ഈ ഒരു ഹൈബ്രിഡ് സെയ്യൻസ് എന്ന് പറയുന്നത് നോർമൽ സെയിൻസിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പവർഫുൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വേഗത്തിൽ ട്രെയിനിങ് ചെയ്ത് ശക്തരാകാൻ സാധിക്കും. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സെയ്യനായിട്ടുള്ള നമ്മുടെ ഗോക്കും വെജിറ്റയും എത്രയധികം കഷ്ടപ്പെട്ടാണ് ആ ഒരു സൂപ്പർ സെയ്യനിൽ മാറിയതെന്ന് നിങ്ങൾ സീരീസിൽ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതേ ഹൈബ്രിഡ് സെയ്യൻ കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ ഗോട്ടനെയും ട്രങ്ക്സിനെയും എടുത്തു നോക്കിയാൽ ഇവർ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു എഫേർട്ട് പോലും എടുക്കാതെ കുറച്ച് മാത്രം ട്രെയിനിങ് ചെയ്താണ് സൂപ്പർ സെയ്യനിൽ മാറിയത്. അതായത് നമ്മുടെ ഗോക്കും വെജിറ്റയും എത്രത്തോളം ട്രെയിനിങ് ചെയ്താണ് സൂപ്പർ സെയ്യനിൽ മാറിയത്, അതിന്റെ ഒരു പകുതി പോലും ഇവർക്ക് ട്രെയിനിങ് ചെയ്യേണ്ട സൂപ്പർ സെയ്യനിലേക്ക് മാറാം. ഇതേ കാറ്റഗറിയിലാണ് നമ്മുടെ ഗോഹാനും വരുന്നത്. അതുപോലെ ഗോഹാൻ ജനിച്ച സമയത്ത് തനിക്ക് എന്ത് പേര് വെക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ നമ്മുടെ ഗോക്കു ആണ് ഗ്രാൻഡ്പയുടെ പേരായിട്ടുള്ള ഗോഹാൻ എന്ന പേര് തന്റെ മകനും വെക്കാമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ നമ്മുടെ ഗോക്കുവിന്റെ ക്യാരക്ടർ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴും ട്രെയിനിങ് ചെയ്യണം, സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫൈറ്ററെ കൂടെ ഫൈറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. എല്ലാം നമ്മുടെ ഗോഹാനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഫൈറ്റ് ചെയ്യാനൊന്നും തീരെ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയാണ്. കൂടാതെ നമ്മുടെ ചീച്ചിയാണെങ്കിൽ ഗോഹാനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഗോഹാൻ ആ ഒരു പ്രായത്തിൽ പഠിക്കുന്ന കാര്യത്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്തത്. അതുപോലെ നമ്മുടെ ക്രില്ലനും സീ ഫൈറ്റേഴ്സും ഒക്കെ ഗോഹാന്റെ ഫ്രണ്ട് ആണ്. ഗോഹാന്റെ റിയൽ ഫ്രണ്ട് എന്ന് പറയുന്നത് ലിക്കറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാഗൻ ആണ്. നോൺ കാനോൺ ആയിട്ടുള്ള പല മൂവീസിലും ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അത്യാവശ്യം അടിപൊളിയായിട്ടാണ് അതിൽ കാണിച്ചു തന്നത്. അങ്ങനെ ഇവർ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ റാഡിക്സ് വരുന്നു, ഗോഹാനെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. ഗോക്കുവും പിക്കലോയും അത് തടയുന്ന സമയത്ത് നമ്മുടെ ഗോക്കു മരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇവർ മനസ്സിലാകുന്നത് വെജിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ കുറച്ചുനാൾ കഴിഞ്ഞാൽ വരുമെന്നും അതിനുവേണ്ടി ട്രെയിനിങ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ മനസ്സിലാക്കുന്നു. ആ ഒരു സമയത്ത് നിലവിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് പിക്കലോ ആണ്. എന്നാൽ പിക്കലോയേക്കാൾ സ്ട്രോങ്ങർ ആകാൻ നമ്മുടെ ഗോഹാന് സാധിക്കുമെന്ന് ഇവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റ വരുന്ന സമയത്ത് വെജിറ്റയെ എതിർത്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ മാസ്റ്റർ റോഷി ഗോഹാനെ ട്രെയിനിങ് ചെയ്യാമെന്ന് പറയും. എന്നാൽ ഈ സമയമാണെങ്കിൽ നമ്മുടെ പിക്കലോ പറയുന്നത് മാസ്റ്റർ റോഷി ട്രെയിനിങ് ചെയ്താൽ ഒരുപാട് സമയമാകും, അത്രയൊന്നും ടൈം നമുക്കില്ല. അതുകൊണ്ട് തന്നെ പിക്കലോ തന്നെ നേരിട്ട് ട്രെയിനിങ് ചെയ്യാമെന്ന് പറഞ്ഞ് ഗോഹാനെ എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ ഗോഹാന്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവം ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് നമ്മുടെ ഗോഹാൻ ഒരു കുട്ടിയായ സമയത്ത്, അതായത് നടക്കാൻ പോലും കഴിയാത്ത ആ ഒരു ടൈമിൽ ഗോക്കു, ചീച്ചി, ഗോഹാൻ എല്ലാവരോടും കൂടി ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ഗോഹാൻ ചെറിയൊരു വാവയായത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സംഭവമല്ലേ, അതിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഈ സമയം നമ്മുടെ ഗോകുവിന്റെ ഒരു അശ്രദ്ധ കാരണം ഗോഹാൻ അതിലൂടെ ഉരുണ്ടു പോവുകയും ഗോഹാൻ തെറിച്ച് ഒരു മരത്തിലേക്ക് ഇടിക്കാൻ പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ ഗോഹാൻ തന്റെ ആ ഒരു പവേഴ്സ് വെച്ച് മരം തുളച്ച് നമ്മുടെ ഗോക്കു ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കാണുന്ന ഗോക്കു വരെ ഷോക്കാകുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോക്കുവിന് പോലും തന്റെ ചെറുപ്പത്തിൽ ഇതുപോലൊരു സംഭവം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഗോഹാൻ തന്റെ പവർ വെച്ചാണ് ആ ഒരു മരം തുളച്ച് അപ്പുറത്തെത്തിയത്. അതുപോലെ തന്നെ ഗോഹാന്റെ പ്രായവും നിങ്ങൾ മനസ്സിലാക്കണം, നടക്കാൻ പോലും ആയില്ല. ക്ലാസിക്കിലുള്ള ഗോക്കു പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സംഭവം നമ്മുടെ ഗോക്കുവിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഗോക്കുവിന് മനസ്സിലായി ഗോഹാൻ ഒരു സാധാരണ കുട്ടിയല്ല, അവന്റെ ഉള്ളിൽ ഒരുപാടധികം ശക്തികളുണ്ട് എന്ന്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിക്കലോ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗോക്കുവിന് നടന്നതുപോലെ തന്നെ പിക്കലോക്കും ഒരു സിറ്റുവേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പിക്കലോക്കും മനസ്സിലാകും ഗോഹാന്റെ ഉള്ളിൽ ഒരുപാടധികം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന്. അതുപോലെ ഈ ഒരു പിക്കലോയും ഗോഹാനും ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാം ഗോഹാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയധികം ഫൈറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളോടും ഒരു പേടി ഉണ്ടായിരുന്നു. അതൊക്കെ ട്രെയിനിങ് ചെയ്ത് ഒരു പരിധി വരെ നമ്മുടെ പിക്കലോ മാറ്റിയെടുക്കുകയും ചെയ്തു. എന്നാലും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനും പിക്കലോന് സാധിച്ചിട്ടില്ല. അങ്ങനെ ഇവരുടെ ഒരു ട്രെയിനിങ്ങിനിടയിലാണ് നമ്മുടെ ഗോഹാനും പിക്കലോയും
തമ്മിൽ ഒരു ബോണ്ട് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഗോക്കുവും വെജീറ്റയും എങ്ങനെയാണോ അതുപോലെ ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഗോഹാനും പിക്കലോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ വെജീറ്റ വരുന്നു, വെജീറ്റയെ എല്ലാവരും കൂടി ഒരു വിധത്തിൽ പിടിച്ചു നിർത്തുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഫ്രീസ സാഗ സ്റ്റാർട്ട് ആകുന്നത്. ഇവിടെ നമ്മുടെ ഗോഹാനും ക്രില്ലനും ബുൾമയും ആ ഒരു നാമക്കൻ പ്ലാനറ്റിൽ പോവുകയും നമ്മുടെ ഗോഹാനാണെങ്കിൽ ആ ഒരു ഫ്രീസയുടെ ആൾക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്തു, കൂടാതെ വെജീറ്റയുടെ കൂടെ ഫൈറ്റ് ചെയ്തു. ഒരു നിമിഷം നമ്മുടെ ഫ്രീസയുടെ കൂടെ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോഹാന് ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു പേടിയൊക്കെ മാറിക്കിട്ടി. അതേപോലെ തന്നെ ഈ ഒരു നാമക്കൻ പ്ലാനറ്റിൽ അവിടെയുണ്ടായ ആ ഒരു എൽഡർ നാമക്കൻ നമ്മുടെ ഗോഹാനും ക്രില്ലനും പവർ കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യുന്ന രീതിയിലും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രീസിയൊക്കെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ആൻഡ്രോയിഡ്സ് വരുന്നത്. ആൻഡ്രോയിഡ്സ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് സെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിഭയങ്കരമായിട്ടുള്ള ഒരു വില്ലൻ വരുന്നത്. ഈ ഒരു സെൽ സാഗയിലാണ് ശരിക്കും ഗോഹാൻ ആരാണെന്ന് നമുക്ക് കാണിച്ചു തന്നത്. സെൽ എന്ന വില്ലനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കടക്കം പല ആൾക്കാർക്കും ഫ്രീസിയേക്കാളും ഒരുപിടി ഇഷ്ടം കൂടുതൽ സെല്ലിനോടാണ്. നമ്മുടെ സെല്ല് പെർഫെക്റ്റ് ഫോമിൽ മാറിയതിനു ശേഷം ഒരു സീ ഫൈറ്റേഴ്സിന് പോലും തൊടാൻ കഴിയാത്ത അളവിൽ പവർഫുൾ ആവുകയാണ് നമ്മുടെ സെൽ ചെയ്തത്. ഈ സമയം നമ്മുടെ ഗോക്കുവിനെ എടുത്തു നോക്കിയാലും സെല്ലിന്റെ ഈക്വൽ ആയിട്ട് മാത്രമേ വരികയുള്ളൂ. അങ്ങനെ നമ്മുടെ ഗോക്കുവും സെല്ലും കൂടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഗോഹാന്റെ ഉള്ളിൽ ഒരുപാടധികം പവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഗോഹാനെ സെല്ലുമായിട്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതേ സമയം നമ്മുടെ പിക്കലോ പറയുന്നുണ്ട് ഗോക്കു വേണ്ട, ഗോഹാൻ അതിനു മാത്രം വളർന്നില്ല. നമ്മുടെ ഗോക്കുവും പിക്കലോയ്ക്കും നല്ലതുപോലെ അറിയാം ഗോഹാന്റെ ഉള്ളിലെ ആ ഒരു പവർ എന്താണെന്ന്. പക്ഷെ നമ്മുടെ പിക്കലോന് നല്ലതുപോലെ അറിയാം ഗോഹാൻ ഇപ്പോഴും ആ ഒരു പവർ മുഴുവനായും കൊണ്ടുവരാൻ ഗോഹാന് സാധിക്കില്ല എന്നത്. അങ്ങനെ സെല്ലും ഗോഹാനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെല്ല് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഗോഹാനെ എടുത്തിട്ട് അലക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഫൈറ്റ് ഇങ്ങനെ പോകെ ഗോഹാൻ നല്ല രീതിയിൽ വീക്കായി വരുന്ന സമയത്താണ് ഗോകുവിന് തന്നെ താൻ ചെയ്തത് തെറ്റായി പോയോ എന്ന രീതിയിൽ ആലോചിച്ചിരിക്കും. അപ്പോഴാണ് ആൻഡ്രോയിഡ് 16 ഗോഹാനോട് പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ സെല്ല് ആ ഒരു 16ന്റെ തല ചവിട്ടി പൊളിച്ചു കളയും. അങ്ങനെ ഇത് കാണുന്ന ഗോഹാൻ ട്രിഗർ ആയി സൂപ്പർ സെയിൻ 2ൽ മാറുന്നു. സീരീസ് കണ്ടവർക്ക് ഞാൻ ആ ഒരു മൂമെന്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തിനെന്ന് പറയാൻ നമ്മുടെ വെജീറ്റ തന്നെ ഇവിടെ ഷോക്കായി പോകും. കാരണം വെജീറ്റ എപ്പോഴും ഗോകുവിനേക്കാൾ ശക്തനാകണം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇതിപ്പോൾ ഗോകുവിന്റെ മകനേക്കാൾ ശക്തനാകേണ്ടി വരുമല്ലോ എന്ന രീതിയിലാണ് നമ്മുടെ വെജീറ്റ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ സെല്ലിനൊക്കെ ഡിഫീറ്റ് ചെയ്ത് എർത്ത് പിന്നെയും സമാധാനമായിട്ട് പോകുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗോഹാൻ പതിയെ വലുതായി പതിയെ കോളേജിലൊക്കെ പോകാൻ തുടങ്ങുന്നു. കൂടാതെ നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ ഒരു സെയ്യാമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്റ്യൂമിൽ ഒരു സൂപ്പർ ഹീറോനെ പോലെ അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കുന്നതും അതുപോലെ മിസ്റ്റർ സേത്തന്റെ മകളായിട്ടുള്ള വിഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ ഇഷ്ടത്തിലാവുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ബൂ വരുന്നു, എല്ലാം തലകീഴായി പോവുകയും ചെയ്യുന്നു. എല്ലാ സീ ഫൈറ്റേഴ്സും അവർക്ക് പറ്റാവുന്ന രീതിയിലാണ് ഇവിടെ ഫൈറ്റ് ചെയ്തത്. നമ്മുടെ ഗോക്കു ആണെങ്കിൽ സൂപ്പർ സെയിൻ 3ൽ മാറി വെജീറ്റ മാജിൻ വെജീറ്റയായി, നമ്മുടെ ഗോക്കുവും വെജീറ്റയും ഫ്യൂഷൻ ആകുന്നത് തുടങ്ങി പല കാര്യങ്ങളും ഈ ഒരു ആർക്കിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഗോഹാന്റെ അവസ്ഥയും. ഗോഹാൻ സുപ്രീം ഗായുടെ പ്ലാനറ്റിൽ പോയി അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്ത് മിസ്റ്റിക് ഫോമിലേക്ക് മാറുന്നു. അതുപോലെ മിസ്റ്റിക് ഫോമിലായ നമ്മുടെ ഗോഹാൻ നമ്മുടെ സൂപ്പർ ബൂവിന്റെ അടുത്ത് പോയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. So, Hotshot, you want to fight Majin Buu? Fight you? No, I want to kill you. ഇനി അതുപോലെ ഈ ഒരു മിസ്റ്റിക് ഫോമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും ഈ മിസ്റ്റിക് ഫോമിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്ന്. ഈ ഒരു ഗോഹാന്റെ മിസ്റ്റിക് ഫോം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഫോം എന്ന് പറയുന്നത് ഗോഹാന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അതായത് മറ്റ് സെയ്യൻസിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ സൂപ്പർ സെയ്യനും സൂപ്പർ സെയ്യൻ 2 ഒക്കെ ഏതൊരു സെയ്യനും ട്രെയിനിങ് ചെയ്ത് മാറാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ മിസ്റ്റിക് ഫോം അതുപോലെയുള്ള ഒന്നല്ല. ഈ ഒരു മിസ്റ്റിക് ഫോം എന്ന് പറയുന്നത് കാണാൻ മാത്രം അത്രയൊന്നുമില്ല. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഒരു ബേസ് ഫോമിൽ ഉള്ളത് പോലെയാണ് ഉണ്ടാവുക. എന്നാൽ നമ്മുടെ ഗോക്കുവിന്റെ സൂപ്പർ സെയിൻ 3ന് ഈക്വൽ ആയിട്ട് വരികയും ചെയ്യും. അങ്ങനെ നമ്മുടെ മാജൻ ബൂ സാഗ തീരുകയും നമ്മുടെ ഡ്രാഗൺ ബോൾ സി ഇവിടെ അവസാനിക്കുന്ന രീതിയിലാണ് കാണിച്ചത്. ഓവറോൾ ഈ ഒരു ഡ്രാഗൺ ബോൾ സിയിൽ നമ്മുടെ ഗോഹാൻ അടിപൊളിയായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരുന്നത്. എന്നാൽ ഇനി നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഡ്രാഗൺ ബോൾ സൂപ്പറിലെത്തിയ സമയത്ത് നമ്മുടെ ഗോഹാൻ എന്ത് സംഭവിച്ചു? പുലി പോലെ വന്ന ക്യാരക്ടർ പെട്ടെന്ന് എലി പോലെയായി. ഡ്രാഗൺ ബോൾ സൂപ്പറിലെത്തിയതോടുകൂടി നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ മിസ്റ്റർ സേത്തന്റെ മകളായിട്ടുള്ള വിഡലിനെ കല്യാണം കഴിച്ച് ഇവർക്കൊരു പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയും ജനിക്കുന്നു. അങ്ങനെ ഇവർ ഒരു സന്തോഷമായി വേറെ ഫൈറ്റും കാര്യങ്ങളൊന്നും ചെയ്യാതെ ജോലി ചെയ്ത് ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന ഒരാളാണ് ഗോഹാൻ. കൂടാതെ പണ്ടത്തെ പോലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നുമില്ല. പിന്നീട് ഞാൻ പലതവണ ഇത് ഷോർട്ട് വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്, ഡ്രാഗൺ ബോൾ സൂപ്പർ എത്തിയ സമയത്ത് ഗോക്കും വെജീറ്റയിലും മാത്രം ഇത് ഒതുങ്ങി നിന്നു. അതുകൊണ്ട് തന്നെ ഗോഹാൻ അടക്കമുള്ള പല സീ ഫൈറ്റേഴ്സിന്റെയും ഇമ്പോർട്ടൻസ് കുറഞ്ഞു വന്നു. ഇനി ഞാൻ ഗോഹാനെ പറ്റി ഓരോന്നോരോന്നായി എടുത്തു പറയാം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ ഗോൾഡൻ ഫ്രീസർ റിട്ടേൺ ആയി വരുന്ന ഒരു മൂവിയുണ്ട്. അതിൽ നമ്മുടെ ഗോഹാനെ ബേസ് ഫോമിലുള്ള ഫ്രീസ അടിച്ചിടുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു സംഭവം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഫ്രീസ ബേസ് ഫോമിലാണ് ഉള്ളത്. അതായത് നിങ്ങൾ ആ ഒരു ഗോക്കും ഫ്രീസയും തമ്മിലുള്ള ഫൈറ്റ് നോക്കിയാൽ തന്നെ ഫൈനൽ ഫോമിലുള്ള ഫ്രീസയെ ഗോക്കു സൂപ്പർ സെയിനിൽ മാറി ഡിഫീറ്റ് ചെയ്തു.
അതിനുശേഷം ഇപ്പോൾ ഗോഹാന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സൈനും സൂപ്പർ സൈൻ 2 അതുപോലെ തന്നെ മിസ്റ്റിക് ഫോമിൽ വരെ മാറാൻ ഗോഹാന് സാധിക്കും. എന്നിട്ട് പോലും നമ്മുടെ ഫ്രീസ ബേസ് ഫോമിലുള്ള ഗോഹാനെ അടിച്ചിട്ടു എന്ന് പറയുന്നത് ഗോഹാൻ ഫാൻസിന് അത്രയധികം ഒരു സുഖമുള്ള ഒരു കാര്യമല്ല ഇവിടെ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഗോഹാൻ ഫാൻ അല്ല, എന്നിട്ട് പോലും ആദ്യം തന്നെ ഗോഹാനെ ഇത്രയധികം ഡൗൺ ആക്കി കാണിച്ചു തന്നത് അത്ര നല്ലതായി എനിക്ക് തോന്നിയില്ല. പിന്നീട് നമുക്ക് ഡ്രാഗൺ ബോൾ സൂപ്പർ നോക്കിക്കഴിഞ്ഞാൽ ബീറൂസ് വരുന്നു. അത് കഴിഞ്ഞ് യൂണിവേഴ്സ് 6 ആൾക്കാരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗോഹാന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കുറവാണ്. പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഗോക്കു പോലുള്ള പല വില്ലന്മാരൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്നും നമ്മുടെ ഗോഹാനെ കണ്ടത് പോലുമില്ല. എന്നാലും ഇവിടെ ഗോക്കും വെജിറ്റയും ഇല്ലേ എന്ന രീതിയിൽ നമ്മൾ പറയുന്നതാണെങ്കിൽ ഡ്രാഗൺ ബോൾ സിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഗോക്കു, വെജിറ്റ, ഗോഹാൻ എന്ന 3 പേരെ നമ്മൾ എടുത്തു പറയും. ഡ്രാഗൺ ബോൾ സൂപ്പറിലും നമ്മളത് പ്രതീക്ഷിച്ചു, എന്നാൽ അത് ഗോക്കും വെജിറ്റയിലും മാത്രമായി പോയി. അതുപോലെ നമുക്ക് സീരീസ് ആയിട്ട് ഇപ്പോൾ ഡ്രാഗൺ ബോൾ സൂപ്പർ അവസാനം ലഭിച്ചത് ടൂർണമെന്റ് ഓഫ് പവർ ആണ്. ഇതിലും നമ്മുടെ ഗോഹാന്റെ അവസ്ഥ വളരെയധികം ശോകമാണ്. ടൂർണമെന്റ് ഓഫ് പവർ നടക്കുന്ന സമയത്ത് നമ്മുടെ ഗോക്കും ഗോഹാനും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് പോകുന്നുണ്ട്. ആ ഒരു ഫൈറ്റിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇപ്പോഴുള്ള ഗോഹാന്റെ മിസ്റ്റിക് ഫോം എന്ന് പറയുന്നത് സൂപ്പർ സൈൻ ഗോഡിന് അല്ലെങ്കിൽ സൂപ്പർ സൈൻ ബ്ലൂവിന് ഒപ്പം എത്താൻ സാധിക്കും എന്ന രീതിയിൽ. സൂപ്പർ സൈൻ ബ്ലൂവിനേക്കാൾ പവർഫുൾ ആണ് എന്ന രീതിയിൽ ഞാൻ പറയുന്നില്ല, ഓൾമോസ്റ്റ് അതിനടുപ്പിച്ചെങ്കിലും നമ്മുടെ മിസ്റ്റിക് ഫോം എത്തും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഗോഹാൻ അത്രയധികം ട്രെയിനിങ് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോഴുള്ള ഗോഹാന്റെ മിസ്റ്റിക് ഫോം എന്ന് പറയുന്നതും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി നമുക്ക് ഈ ഒരു ടൂർണമെന്റിൽ നടന്ന ഫൈറ്റിലേക്ക് വരാം. ഇവിടെയാണ് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. ടൂർണമെന്റ് ഓഫ് പവർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം ഒരേ ടൈമിൽ ഇത്രയധികം ക്യാരക്ടേഴ്സ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ച ഒരു വമ്പൻ ആർക്കാണ് നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് ഓഫ് പവർ. ഞാനിപ്പോൾ ടൂർണമെന്റ് ഓഫ് പവർ കണ്ടതിന് ശേഷം ഇപ്പോൾ 1 ഇയറിന് മുകളിലാകാനായി. ഇപ്പോഴും ആ ഒരു ടൂർണമെന്റ് ഓഫ് പവർ ഓർക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്, നമ്മുടെ ഗോക്കു അൾട്രാ ഇൻസ്റ്റിക്കിൽ മാറുന്നതും അതുപോലെ തന്നെ ജിറനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ. അതുപോലെ നമ്മൾ വെജിറ്റയെ ഓർത്തെടുത്താൽ വെജിറ്റ ബ്ലൂ എവല്യൂഷനിൽ മാറുന്നതും ടോപ്പയുടെ കൂടെയും ജിറന്റെ കൂടെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നതും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഗോകുവിന്റെ യൂണിവേഴ്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സുകളുടെയും ഫൈറ്റ് ഒക്കെ നമ്മൾ ഓർത്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത ആ ഒരു മൂമെന്റ്സ് ഒക്കെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഗോഹാനെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ ഗോകുവും വെജിറ്റയും ഫൈറ്റ് ചെയ്ത രീതിയിലുള്ള അത്രയും ഒരു ഇമ്പാക്ട് ചെയ്ത ഒരു മൂമെന്റ്സ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അതായത് നമ്മുടെ ഗോഹാൻ ഫൈറ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഗോകുവും വെജിറ്റയും ഫൈറ്റ് ചെയ്ത ആ ഒരു രീതിയിലൊന്നും നമുക്ക് ഓർത്തെടുക്കാനൊന്നും ഇല്ല എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റ ഇവിടെ സെയൻസിനെ പറ്റി മാസ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് എല്ലാ സെയൻസും ഒരുപിടി ശക്തരായിട്ടാണ് ഉള്ളത്. അത് ശരിയാണ്, അത് നമ്മുടെ സീരീസിൽ നല്ലതുപോലെ കാണിച്ചു തന്നിട്ടുമുണ്ട്. അതിപ്പോൾ ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്കിൽ മാറുന്നു, അതുപോലെ വെജിറ്റ സൂപ്പർ സൈൻ ബ്ലൂ എവല്യൂഷനിൽ മാറുന്നു. അതുകൂടാതെ നമ്മുടെ യൂണിവേഴ്സ് 6 സെയൻസിനെ എടുത്ത് നോക്കിയാലും കേലും കോളിഫ്ലയും തമ്മിൽ ഫ്യൂഷനായി അൾട്രാ ഇൻസ്റ്റിക്റ്റിനാണ് ടഫ് കൊടുക്കുന്ന രീതിയിൽ പവർഫുൾ ആവുകയും അതുപോലെ കാബയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സൈനിൽ നിന്ന് സൂപ്പർ സൈൻ 2 മാറുന്നതൊക്കെ നമ്മൾ കണ്ടത്. അതായത് ഇവർ ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപ് എങ്ങനെയാണോ അതിനുശേഷം ടൂർണമെന്റ് ഓഫ് പവർ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഇവർ ശക്തരാവുകയാണ് ചെയ്തത്. ഇതേപോലുള്ള ഒരു സെയ്യാനാണ് നമ്മുടെ ഗോഹാൻ. ഗോഹാൻ എന്തുകൊണ്ടൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നില്ല? ഗോകുവും വെജിറ്റയും പോലെ ഒരു ഇമ്പാക്ട് ഗോഹാൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഞാനിവിടെ ആ ഒരു ബീസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നൊന്നും അല്ല ഉദ്ദേശിച്ചത്. എന്നാൽ ആ മിസ്റ്റിക് ഫോമിൽ തന്നെ കുറച്ചുകൂടി പവർഫുൾ ആക്കി ആ ഒരു രീതിയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളി ആയേനെ. അങ്ങനെ ഈ ഒരു ടൂർണമെന്റ് ഓഫ് പവർ കഴിയുന്ന സമയത്തേക്കും ഗോഹാൻ ഫാൻസിന്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായി. നിങ്ങൾ ഒന്ന് പുറകിലോട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും നമ്മുടെ ഗോഹാൻ എന്ന ക്യാരക്ടർ ഡ്രാഗൺ ബോൾ സിയിൽ എങ്ങനെയാണ് ഉണ്ടായത്, അതിനുശേഷം ഡ്രാഗൺ ബോൾ സൂപ്പറിലെത്തിയ സമയത്ത് എന്ത് പറ്റിയെന്നും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഗോഹാന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവി വരുന്നത്, ഡ്രാഗൺ ബോൾ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്രയും സമയം നമ്മുടെ ഡൗൺ ആക്കി കാണിച്ച നമ്മുടെ ഗോഹാന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനും ഇവിടെ ആദ്യമായി കൊടുക്കുന്നു, ബീസ്റ്റ് ഗോഹാൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോഹാൻ ഫാൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മൂവി എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഗോഹാൻ പുതിയൊരു ട്രാൻസ്ഫോർമേഷനിൽ മാറുന്നു, അതുപോലെ തന്നെ സെൽമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുമാണ് ഇവിടെ കാണിച്ചത്. സെൽമാക്സിനെ പറ്റി ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല, കാരണം എന്റെ ഏറ്റവും വേസ്റ്റ് വില്ലനിൽ ഒരാളാണ് സെൽമാക്സ്. കാരണം ഗോഹാനെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആകാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു വില്ലനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് മാങ്കയിൽ എടുത്ത് നോക്കിയാലും ഈ ഒരു ബീസ്റ്റ് ഫോം എന്ന് പറയുന്നത് നമ്മുടെ ഗോകുവിന്റെ മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റിന് വരെ ടഫ് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചത്. അതായത് നമ്മുടെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള സ്പീഡ് എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനേക്കാൾ സ്പീഡിൽ അല്ലെങ്കിൽ അതിന്റെ പോകാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗോകുവും ഗോഹാനും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഗോഹാൻ ആ ഒരു ബീസ്റ്റ് ഫോം തന്റെ കൺട്രോളിൽ നിന്ന് പോകുന്ന രീതിയിൽ കാണിച്ചതോടുകൂടി നമ്മുടെ ഗോകുവിനെ ഒരൊറ്റ പഞ്ചിൽ അടിച്ച് തെറിപ്പിക്കുന്ന രീതിയിലും കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഗോകു ഇവിടെ അൾട്രാ ഇൻസ്റ്റിക്റ്റിലാണ് ഉള്ളത്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഫൈറ്റ് അല്ല. എന്നിട്ട് പോലും നമ്മുടെ ഗോഹാൻ
ഗോഹാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബീസ്റ്റ് ഫോം എന്ന് പറയുന്നത് ചില്ലറ സംഭവമൊന്നുമല്ല. എന്തിനെന്ന് പറയുന്നു, നമ്മുടെ ബീറസ് തന്നെ നമ്മുടെ വിസിനോട് ചോദിക്കുന്നുണ്ട്, ഗോഹാന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്കും എന്താണ്, ഏതെങ്കിലും സൂപ്പർ സൈൻ 4 അല്ലെങ്കിൽ സൂപ്പർ സൈൻ പോലുള്ള എന്തെങ്കിലും ആണോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. എന്നാൽ നമ്മുടെ വിസ് ഇവിടെ കറക്റ്റ് ആയി പറയുന്നുണ്ട്, ഇത് ഗോഹാന് ജനിക്കുന്ന സമയത്ത് തന്നെ കിട്ടിയ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പവർ ആണ്. നമ്മുടെ ഗോക്കുവും പിക്കലും ഒക്കെ പണ്ട് കണ്ട ആ ഒരു പവർ ഇല്ലേ ഗോഹാന്റെ ഉള്ളിൽ ഉണ്ടായ, അതിന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ ആണ് ഈ ഒരു ബീസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നത്. ഈ ഒരു ബീസ്റ്റ് ഗോഹാന്റെ മുഴുവൻ പവർ എന്താണെന്ന് ശരിക്കും കറക്റ്റായി എവിടെയും കാണിച്ചു തന്നിട്ടില്ല. ഗോക്കും ഗോഹാനും അതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മാച്ച് ആയതുകൊണ്ട് ആ ഒരു ബീസ്റ്റ് ട്രാൻസ്ഫോർമേഷന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഫ്യൂച്ചറിൽ എന്തായാലും നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പല ആൾക്കാരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബീസ്റ്റ് ഗോഹാൻ വേഴ്സസ് ബ്ലാക്ക് ഫ്രീസ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച്. ഡ്രാഗൺ ബോൾ സിയിൽ നല്ല അടിപൊളിയായി കാണിച്ചു. ഡ്രാഗൺ ബോൾ സൂപ്പറിൽ എത്തിയപ്പോൾ കുറച്ചൊന്ന് നല്ല രീതിയിൽ ഡൗൺ ആക്കി. ഇപ്പോൾ പഴയതുപോലെ ഗോഹാൻ തിരിച്ചു വരാൻ തുടങ്ങി. ഗോഹാനെ പറ്റി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗോഹാൻ ഫാൻസി ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.